പുരോഗമന കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ അപമാനമുണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത. ഇല്ലാത്ത മോഷണക്കുറ്റം ആരോപിച്ച് ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് അതിക്രൂര മാനസിക പീഡനമാണ്. സംഭവത്തിൽ SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരാണ് എന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം കന്റോൺമെന്റ് AC നടത്തിയ അന്വേഷണത്തിലാണ് സസ്പെൻഷനിലായ SIക്ക് പുറമെ 2 പേർക്ക് കൂടി വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ബിന്ദു പറഞ്ഞു. ഈ ഓമന ഡാനിയലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവർ ഭയങ്കരമായിട്ട് തന്നെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ പറയാത്തവരും പറഞ്ഞപ്പോൾ പിടിച്ചു നിന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഈ ഓമന ഡാനിയൽ നിർദ്ദേശപ്രകാരം എന്നെ രാത്രി പോലീസ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവിടെ കാറിലാണ് 4 പേര്. യൂണിഫോമത്തിലല്ലാത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോകുന്ന വഴിക്കാണ് ആ ഒരു പോലീസുകാരനെ കാറിൽ വെച്ച് ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറയുന്നത്. ഈ 2 പേരെയും സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറക്കണം മാത്രം പോരല്ല, ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ കേരളത്തിനകത്തായാലും കേരളത്തിൻ്റെ വെളിയിലായാലും ജോലിയിൽ കൊടുക്കല് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ അത്രമാത്രം എന്നെ വേദനിപ്പിച്ച് ബാത്റൂമിൽ വെള്ളം കോരി കുടിക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അനധികൃതമായി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രി തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്ത 2 സിവിൽ പോലീസ് ഓഫീസർക്കാണ് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയത്. മോഷണക്കേസിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പരിശോധിച്ച ശേഷമാകും നടപടി. വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട പരാതി നൽകാനാണ് ബിന്ദുവിന്റെ തീരുമാനം. ചെയ്യാത്തൊരു കുറ്റത്തിന് അവരൊരു സ്ത്രീയല്ലേ, എന്തായാലും ഇതിനുവേണ്ടി ഞാൻ നടപടി എടുക്കാൻ ഉദ്യോഗസ്ഥരെ അറിയിക്കും. ഇതുവേണ്ടി ഞാൻ പോരാടുന്ന ചെയ്യും. ബിന്ദുവിനെ അപമാനിച്ചതിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. കള്ളപ്പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. കുടുംബത്തിനെ തന്നെ അപമാനിക്കുന്ന, അവരുടെ കുട്ടികളുടെ ഭാവിയെ പോലും വലിയ രൂപത്തിൽ ഭീഷണിയായിട്ടുള്ള നിലക്കുള്ള ഒരു അപമാനം വരുത്തി വെക്കുന്ന, കുടുംബത്തിനാകെ അപമാനം വരുത്തി വെക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി V. ശിവൻകുട്ടിയും സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും നിയമ പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തു. ഒരു SIയെ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആ സ്ത്രീ നേരിട്ട അപമാനത്തിന് നീതി കിട്ടില്ല. അതിന് പോലീസിന്റെ സമീപനത്തെ ആകെ മാറ്റുന്ന തരത്തിലുള്ള നടപടികളാണ് വേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ.